മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹാദുരന്തത്തിന്റെ ഒരാണ്ട്. ഒരു വർഷം മുൻപ് ഒരു ദുസ്വപ്നം പോലെ കടന്നെത്തി ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾമുണ്ടക്കൈ ചൂരൽമലയിലെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം കവർന്നത് 298 പേരുടെ ജീവൻ. മൂത്തേടം കൽക്കുളത്ത് വീണ്ടും പുലിയിറങ്ങി. വളർത്തുനായയെ പുലി ഉടമസ്ഥന്റെ കൺമുന്നിൽ നിന്നും കടിച്ചുകൊണ്ടുപോയി. സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വനപാലകരെ ഉപരോധിച്ചു. പന്ത്രണ്ട് വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത 44 വയസ്സുകാരനെ ശിക്ഷിച്ച് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടവണ്ണ കുന്നുമ്മൽ സ്വദേശി മുഹമ്മദ് അലിക്കാണ് 47 വർഷം കഠിന തടവിനും 1,15,000 രൂപ പിഴയടയ്ക്കാനും ശിക്ഷ വിധിച്ചത്. വടക്കുമുറി കളപ്പാറയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റിന്റെ വിഷവാതകം ശ്വസിച്ച് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനം ആസ്ഥാനങ്ങളിൽ വനപാലകരുടെ അവകാശ സംരക്ഷണ സമരത്തിന്റെ ഭാഗമായി മാർച്ചും ധർണയും നടത്തി. വാർത്തകൾ വിശദമായി. മഹാദുരന്തത്തിന്റെ ഒരാണ്ട്. ഒരു വർഷം മുൻപ് ഒരു ദുസ്വപ്നം പോലെ കടന്നെത്തി ജീവിതങ്ങളെ തകർത്തെറിഞ്ഞ ഉരുൾമുണ്ടക്കൈ ചൂരൽമലയിലെ വലിയ ഉരുൾപൊട്ടൽ ദുരന്തം കവർന്നത് 298 പേരുടെ ജീവനും അവിടെ ബാക്കിയായവരുടെ ജീവിതവുമാണ്. ദുരന്തത്തിൽ നിന്നും കരകയറാൻ കേരളം ഒറ്റക്കെട്ടായി കൈകോർത്തു. ദുരന്ത മേഖലയിൽ കരുതലും സ്നേഹവും നിറഞ്ഞു. ജീവിതം തിരിച്ചു പിടിക്കുവാനുള്ള കഠിന ശ്രമത്തിലാണ് ജനങ്ങൾ. എന്നാൽ ദുരന്തത്തിന്റെ ശേഷിപ്പുകൾ ഇപ്പോഴും ബാക്കിയാകുന്നു. പലരുടെയും ജീവിത മാർഗങ്ങൾ ഇല്ലാതായി. കിടപ്പാടം നഷ്ടമായവർ ഇപ്പോഴും വാടക കെട്ടിടങ്ങളിലാണ്. ദുരന്തബാധിതർക്കായി എൽസ്റ്റൺ എസ്റ്റേറ്റിൽ ടൗൺഷിപ്പ് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 70 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന പ്രഖ്യാപനത്തോടെ ആരംഭിച്ച മാതൃകാ വീട് നിർമ്മാണം അവസാന ഘട്ടത്തിൽ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 77,211 കോടി രൂപ സംഭാവനയായി ലഭിച്ചിട്ടും ഇതുവരെ ചെലവഴിക്കാനായത് 10,819 കോടി രൂപ മാത്രം. കേന്ദ്രവും മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരോട് മുഖം തിരിക്കുന്നു. അർഹമായ തുക അനുവദിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാണിക്കുന്ന കാലതാമസവും കടുത്ത നിബന്ധനകളും പക്ഷപാതപരമായ മാനദണ്ഡങ്ങളുമെല്ലാം നേരിട്ടാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. മൂത്തേടം കൽക്കുളത്ത് വീണ്ടും പുലിയിറങ്ങി. വളർത്തുനായയെ പുലി ഉടമസ്ഥന്റെ കൺമുന്നിൽ നിന്നും കടിച്ചുകൊണ്ടുപോയി. ചൊവ്വാഴ്ച രാത്രിയാണ് സംഭവം. തുണ്ടത്തിൽ റോബിന്റെ വളർത്തുനായയാണ് പുലി കടിച്ചുകൊണ്ടുപോയത്. പുലിയുടെ മുൻപിൽ നിന്നും റോബിൻ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പട്ടിക്ക് ചോറും കൊടുത്ത് പട്ടീനെ ഇതേമാതിരി ഡെയിലി ഞാൻ ഇതേമാതിരി ഈ റോഡിൻ്റെ സൈഡിലാണ് ഞാൻ പട്ടിയെ മൂത്രയിക്കാനാണെങ്കിലും അപ്പിടാനൊക്കെ ആണെങ്കിലും കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ വന്ന് ഇങ്ങോട്ട് കയറി 2 മിനിറ്റ് ആവുന്നതിൻ്റെ മുമ്പ് തന്നെ ഈ കാണുന്ന ഈ മുളകിൻ്റെ ചോട്ടിൽ നിന്ന് പുലി ഇങ്ങോട്ട് വന്നിട്ടാണ് എൻ്റെ കാലിൻ ചോട്ടി കിടന്ന് പട്ടിനെ പിടിച്ചുകൊണ്ട് പോയത് റോട്ടിൽ നിന്ന്. അതിനുശേഷം എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. വെപ്രാളം കാരണം ഞാൻ ഇവിടെ ഉള്ളൊരു വീട്ടിൽ ഓടിക്കയറുകയായിരുന്നു ചെയ്ത്. അതിനുശേഷം ഇവിടെ അടുത്തുള്ള ബഡ്ക ഫോറസ്റ്റ് സ്റ്റേഷനിൽ പോയി അവിടുത്തെ അധികൃതരുമായി സംസാരിച്ച് ഡെപ്യൂട്ടീനെ കണ്ടു. അവരോട് പറയുമ്പോൾ അവർ പറയുന്നത് നിങ്ങളത് നോർത്ത് റേഞ്ചിൽ പെടുന്നതാണ്, ഞങ്ങൾ സൗത്തിൻ്റെ ഇതിനുള്ള പരിഹാരങ്ങൾ ഉണ്ടാവുള്ളൂ, ഞങ്ങൾക്ക് അതിനകത്തൊന്നും ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ് കാണിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. കൽക്കുളം പ്രദേശത്ത് ദിവസങ്ങളായി പുലി ഭീതി പരത്തുകയാണ്. കഴിഞ്ഞ ദിവസം പ്രദേശവാസിയായ ബിജുവിന്റെ ആടിനെ പുലി കടിച്ചു കൊന്നിരുന്നു. പ്രദേശത്ത് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുവാൻ പുലിയെ പിടികൂടുവാൻ പ്രദേശത്ത് കൂട് സ്ഥാപിക്കുവാൻ ഒരുങ്ങുകയാണ് വനം വകുപ്പ്. മൂത്തേടം കൽക്കുളത്ത് പുലിഭീതി പടർന്നതിനെ തുടർന്ന് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ വനപാലകരെ ഉപരോധിച്ചു. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിക്കണമെന്ന് സിപിഐഎം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം പുലിയിറങ്ങി കൂട്ടിലെ ആടിനെ കൊന്നിരുന്നു. കൽക്കുളം സൊസൈറ്റി പടി മുണ്ടങ്കോട്ട് പാടിക്കൽ ബിജുവിന്റെ ആടിനെയാണ് ശനി പുലർച്ചെ പുലി കൊലപ്പെടുത്തിയത്.
കഴിഞ്ഞ ദിവസം രാത്രി വീണ്ടും പുലി ഇറങ്ങി. രാത്രി 10-ന് വളർത്തുനായയെ ഉടമയുടെ കൺമുൻപിൽ വെച്ച് പുലി പിടികൂടി. പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷന്റെ 50 മീറ്റർ അകലെയാണ് സംഭവം. പടുക്ക ഫോറസ്റ്റ് ഓഫീസിലെത്തി CPIM മൂത്തേടം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചു. പുലിയെ പിടിക്കുവാൻ വൈകിട്ട് കൂട് സ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. തുടർന്ന് RRT സേവനം ഉറപ്പാക്കാമെന്നും പുലി ഭീഷണി നേരിട്ട വീടുകളിൽ കരുളായി റേഞ്ച് ഓഫീസർ, പടുക്ക ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ എന്നിവരെത്തി തീരുമാനം വീട്ടുകാരെ അറിയിച്ചു. വനത്തോട് ചേർന്ന പ്രദേശമാണിത്. 6 വർഷം മുൻപ് കരടി ജനവാസ മേഖലയിൽ ഇറങ്ങി ഭീതി പരത്തിയ സ്ഥലവും. റോഡരികിലെ വനപ്രദേശത്ത് വനംവകുപ്പ് അടിക്കാട് വെട്ടുവാൻ നടപടി സ്വീകരിച്ചിരുന്നു. പ്രദേശത്ത് ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. സമരത്തിൽ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ AT റെജി, VK ഷാനവാസ്, JM ഷബീബ്, ബഷീർ പനോലൻ, CA ചന്ദ്രൻ, PK വാസുദേവൻ, P സന്തോഷ്, VY ജംഷീർ എന്നിവർ സംസാരിച്ചു. 12 വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത 44 വയസ്സുകാരനെ ശിക്ഷിച്ച് നിലമ്പൂർ ഫസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി. എടവണ്ണ കുന്നുമ്മൽ സ്വദേശി മുഹമ്മദ് അലിക്കാണ് 47 വർഷം കഠിന തടവിനും 1,15,000 രൂപ പിഴയടയ്ക്കാനും ജഡ്ജി KP ജോയി ശിക്ഷ വിധിച്ചത്. 12 വയസ്സ് മാത്രം പ്രായമുള്ള അതിജീവിതയുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണിച്ചുകൊടുത്ത് അതിജീവിതയെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ നിലമ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് ശിക്ഷ. പ്രതി പിഴയടയ്ക്കുന്ന പക്ഷം പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകുവാനും ഉത്തരവായി. കൂടാതെ വിക്ടിം കോമ്പൻസേഷൻ സ്കീം പ്രകാരം കൂടുതൽ നഷ്ടപരിഹാരം നൽകുന്നതിനായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയോട് നിർദ്ദേശിച്ചു. നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായിരുന്ന ശശികുമാർ M രജിസ്റ്റർ ചെയ്ത കേസിൽ ഇൻസ്പെക്ടർമാരായ ധനഞ്ജയ് ബാബു, ഫൈസൽ MS എന്നിവരായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സാം K ഫ്രാൻസിസ് ഹാജരായി. പ്രോസിക്യൂഷന് വേണ്ടി 19 സാക്ഷികളെ വിസ്തരിച്ചിട്ടുള്ളതും 25 രേഖകൾ ഹാജരാക്കിയിട്ടുള്ളതുമാണ്. പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷീബ PC പ്രോസിക്യൂഷനെ സഹായിച്ചു. പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു. വടക്കുമുറി കളപ്പാറയിൽ പ്രവർത്തിക്കുന്ന മാലിന്യ സംസ്കരണ യൂണിറ്റിൽ വിഷവാതകം ശ്വസിച്ച് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് അപകടം സംഭവിച്ചത്. മരിച്ചവരിൽ 2 പേർ ബീഹാർ സ്വദേശികളും ഒരാൾ അസം സ്വദേശിയുമാണെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹങ്ങൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉറുങ്ങാട്ടിരി പഞ്ചായത്തിലെ കളപ്പാറയിലുള്ള ഒരു സ്വകാര്യ കോഴിമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് അപകടം നടന്നത്. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ വനം ആസ്ഥാനങ്ങളിൽ വനപാലകരുടെ അവകാശ സംരക്ഷണ സമരത്തിന്റെ ഭാഗമായി നിലമ്പൂർ വനം നോർത്ത് ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ CITU ജില്ലാ സെക്രട്ടറി E പത്മാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒറ്റനോട്ടത്തിൽ തന്നെ തികച്ചും ന്യായമായ ആവശ്യങ്ങളാണ് ഈ സമരത്തിലൂടെ നിങ്ങളുടെ സംഘടന മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്ന് ഏതൊരാൾക്കും മനസ്സിലാവും. പക്ഷെ അതിനൊരു പരിമിതി നിങ്ങൾക്ക് അറിയുന്ന അത്ര രീതിയിൽ പൊതുസമൂഹം ഈ കാര്യങ്ങൾ അറിയുന്നില്ല. പൊതുസമൂഹത്തിൻ്റെ കൂടി ധാരണയിലും അവരുടെ കൂടി പിന്തുണയോടുകൂടി നടത്തേണ്ട ചില പ്രവർത്തനങ്ങളും ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ആളുകൾ നോക്കുമ്പോൾ, പുറത്തുനിന്ന് നോക്കുമ്പോൾ വനപാലകരെ സംബന്ധിച്ച് അവരുടെ ജോലിഭാരത്തെക്കുറിച്ചോ പ്രയാസങ്ങളെക്കുറിച്ചോ അത്ര ബോധവാന്മാരല്ലാത്ത ആളുകൾ പുറത്തുണ്ട്. അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ച് വേണ്ടത്ര ധാരണയില്ലാത്തവരുണ്ട്. ഡ്യൂട്ടി റെസ്റ്റ് ഉത്തരവ് പുനഃസ്ഥാപിക്കുക, നഷ്ടപ്പെട്ട 20 SFO തസ്തികകൾ പുനഃസ്ഥാപിക്കുക, തടസ്സപ്പെട്ട BFO പ്രമോഷൻ പുനരാരംഭിക്കുക, വാച്ചർ തസ്തികയുടെ പേര് കാലാനുസൃതമായി പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. KFPSA ജില്ലാ സെക്രട്ടറി P പ്രമോദ് കുമാർ സ്വാഗതം പറഞ്ഞു. KFPSA ജില്ലാ പ്രസിഡന്റ് AK രമേശൻ അധ്യക്ഷത വഹിച്ചു. NGO അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് C വിഷ്ണുദാസ് മുഖ്യപ്രഭാഷണം നടത്തി. KFMSU ജില്ലാ സെക്രട്ടറി ജയന്ത് കുമാർ, KFPSA സംസ്ഥാന കമ്മിറ്റി അംഗം PN സജീവൻ,
KFPSC മുൻ സംസ്ഥാന സെക്രട്ടറി PM ശ്രീജിത്ത്, KFPSC സംസ്ഥാന കൗൺസിലർ അമീൻ അഹ്സൻ, P അബ്ദുൽ കരീം, P മുഹമ്മദ് ഫൈസൽ, K മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഷോപ്പിക വെഡിങ്സ്. +2 പരാജയപ്പെട്ടവരാണോ നിങ്ങൾ? അതല്ല +2 മാർക്ക് കുറഞ്ഞതിൽ വിഷമിച്ചിരിക്കുകയാണോ? എങ്കിൽ SSLC +2 കഴിഞ്ഞവർക്ക് കേവലം 2 വർഷത്തെ പഠനം കൊണ്ട് 100% ജോലി സാധ്യതയുള്ള എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ +2 നേടിയെടുക്കാനുള്ള അവസരവും. വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ നിലമ്പൂരിലും. കേരള സർക്കാർ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള PSC അംഗീകരിച്ച 2 വർഷത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് എഞ്ചിനീയറിംഗ് എന്നീ കോഴ്സുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാമ്പസ് പ്ലേസ്മെന്റിലൂടെ ജോലിയും ഉറപ്പു നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. പെർഫെക്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, VK റോഡ്, നിലമ്പൂർ. കോൺടാക്ട് 8921573500 9446549027. ക്രിസ്റ്റൽ ജ്വൽസ് ഒരുക്കുന്നു അതിനൂതനവും സുന്ദരവുമായ ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ കമനീയ ശേഖരം, ഒപ്പം അതിശയിപ്പിക്കുന്ന ഓഫറുകളും. ക്രിസ്റ്റൽ ജ്വൽസ്, ദ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി, മഞ്ചേരി, നിലമ്പൂർ, ഗൂഡല്ലൂർ. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ജോലി സാധ്യതകളുള്ള ഡിഗ്രി കോഴ്സുകളുമായി DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DISAT, നിലമ്പൂർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെയും കേരള സർക്കാരിന്റെയും അംഗീകാരത്തോടെ വിൻസെൻഷൻ വൈദികരുടെ നേതൃത്വത്തിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം DPOL ക്യാമ്പസിൽ BCA, BSW, BCom തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന സൗകര്യം, പരിചയസമ്പന്നരായ അധ്യാപകർ, AI, ഡാറ്റ സയൻസ് തുടങ്ങിയ നൂതന മേഖലയിൽ ആഡ് ഓൺ സർട്ടിഫിക്കേഷൻസ്. അഡ്മിഷനും വിശദവിവരങ്ങൾക്കും DPOL ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, DISAT, നിലമ്പൂർ. മൊബൈൽ 8304033246. വെബ്സൈറ്റ് www.disat.in. UK ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ. 8ഓളം ബ്രാഞ്ചുകളുമായി UK ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു. മഞ്ചേരി, എടക്കര, പൂക്കോട്ടുംപാടം, നിലമ്പൂർ, ചന്തക്കുന്ന്, വണ്ടൂർ, പാണ്ടിക്കാട്, മലപ്പുറം. ഭാഗ്യധാര, സ്ത്രീശക്തി, ധനലക്ഷ്മി, കാരുണ്യ പ്ലസ്, സുവർണ കേരളം, കാരുണ്യ, സമൃദ്ധി. ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം. സുതാര്യം, വിശ്വസ്തം, ജനകീയം. UK ലോട്ടറീസ്. UK ലോട്ടറീസ്, ഹെഡ് ഓഫീസ് മഞ്ചേരി. പഴയ സ്വർണ്ണാഭരണങ്ങൾ വീട്ടിലുണ്ടെന്ന ആശങ്കയോ? എന്തിന്? ഇന്ത്യയുടെ പരിപൂർണ ഹോൾമാർക്ക് നയത്തിന്റെ ഭാഗമാകൂ. പഴയത് നൽകൂ, പുതിയത് സ്വന്തമാക്കൂ. സ്വർണ്ണാഭരണങ്ങൾ എത്ര പഴകിയതായാലും ഹോൾമാർക്കുകൾ ഒന്നും തന്നെയില്ലെങ്കിലും അത് മാറ്റി പുതിയ 916 സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാൻ നിലമ്പൂർ മലബാർ ജ്വല്ലറി ഒരുക്കുന്ന ഒരു സുവർണാവസരം. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മുന്തിയ വിലയ്ക്ക് ഞങ്ങൾ എടുക്കുന്നു. പകരം BIS 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കൂ. ഈ അവസരം പരിമിത കാലത്തേക്ക് മാത്രം. സ്വർണ്ണാഭരണ വിൽപ്പനയിൽ കാലത്തോടൊപ്പം കൈകോർത്ത് നിൽക്കുന്ന വിശ്വസ്ത സേവനത്തിന്റെ നിറവിൽ ഇപ്പോൾ മലബാർ ജ്വല്ലറിയിൽ നിന്നും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ മറ്റാർക്കും നൽകാൻ കഴിയാത്ത ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും ആനുകൂല്യങ്ങളും, പുറമെ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം, കല്യാണ പാർട്ടികൾക്ക് പ്രത്യേക ഡിസ്കൗണ്ടും ലഭ്യമാണ്. മലബാർ ജ്വല്ലറി, നിയർ പോലീസ് സ്റ്റേഷൻ, മെയിൻ റോഡ്, നിലമ്പൂർ. ഫോൺ 224 908 225 916. വാർത്തകൾ തുടരുന്നു. ഛത്തീസ്ഗഡിൽ മനുഷ്യക്കടത്തെന്നും മതപരിവർത്തനമെന്നുമുള്ള വ്യാജ ആരോപണങ്ങൾ ചുമത്തി മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് തലന്നി സെന്റ് മേരീസ് ഇടവകയുടെ നേതൃത്വത്തിൽ
പ്രതിഷേധം സംഘടിപ്പിച്ചു. ജോസ് താനിക്കൽ ഉദ്ഘാടനം ചെയ്തു. നിരപരാധികൾക്കെതിരായ ഇത്തരം അതിക്രമങ്ങൾ ജനാധിപത്യത്തിന് ഭൂഷണമല്ലെന്ന് ജോസ് താനിക്കൽ പറഞ്ഞു. വികാരി ഫാദർ ജെയ്നീഷ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ചു. കൈക്കാരന്മാരായ ചാക്കോ കീഴേത്ത്, ജോർജ് വടയാപ്പറമ്പിൽ, ഷിജു പെരുമനപ്പറമ്പിൽ, ജോർജ് കുട്ടി കൊട്ടേപ്പറമ്പിൽ, സെക്രട്ടറി അജയ് ഘോഷ് എന്നിവർ ന്യൂനപക്ഷമായ ക്രൈസ്തവ സമൂഹത്തിനെതിരെയുള്ള ഭരണഘടനാ വിരുദ്ധമായ കടന്നുകയറ്റങ്ങളെ ശക്തമായ ഭാഷയിൽ അപലപിച്ചു. കന്യാസ്ത്രീകളെ നിരുപാധികം വിട്ടയക്കണമെന്നും അവർക്കെതിരായ വ്യാജ കേസ് പിൻവലിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉടൻ ഇടപെടണമെന്നും ആവശ്യപ്പെട്ടു. വനത്തിനുള്ളിലെ മാധ്യമപ്രവർത്തനം എന്ന വിഷയത്തിൽ വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗം മാധ്യമപ്രവർത്തകർക്കായി ഏകദിന ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു. നിലമ്പൂർ KFRI സബ് സെന്റർ ഓഡിറ്റോറിയത്തിൽ നടന്ന ശില്പശാല കോഴിക്കോട് നോർത്തേൺ സർക്കിൾ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആർ കീർത്തി ഉദ്ഘാടനം ചെയ്തു. വനമേഖലയിലെ മാധ്യമ പ്രവർത്തനത്തിന് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിച്ച സർക്കാരിന് സമർപ്പിക്കുന്നതിന് സംസ്ഥാന തലത്തിൽ മീഡിയ കമ്മിറ്റി രൂപീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ P. ധനേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ സൗത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ G. ധനിക് ലാൽ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ K. മുഹമ്മദ്, മലപ്പുറം പ്രസ് ക്ലബ് പ്രസിഡന്റ് S. മഹേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ജിയോളജി വിഭാഗം റിട്ടയർഡ് അസോസിയേറ്റ് പ്രൊഫസർ E. കുഞ്ഞികൃഷ്ണൻ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ മാധവൻ, മാധ്യമപ്രവർത്തകൻ അനീഷ് ചാലിയാർ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ച് ചർച്ചയ്ക്ക് നേതൃത്വം നൽകി. സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ K. മുഹമ്മദ് സൈനുൽ അബദീൻ സ്വാഗതവും നിലമ്പൂർ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ A. അനിൽകുമാർ നന്ദിയും പറഞ്ഞു. ശില്പശാലയ്ക്ക് ശേഷം വനത്തിനുള്ളിലേക്ക് യാത്ര സംഘടിപ്പിച്ചു. 50ഓളം മാധ്യമപ്രവർത്തകർ ശില്പശാലയിൽ പങ്കെടുത്തു. കൽക്കുളം പടുക്ക ഫോറസ്റ്റ് സ്റ്റേഷനടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുലിയെ കണ്ട പ്രദേശം PV അൻവർ സന്ദർശിച്ചു. വനപാലകരെ കണ്ട് നാട്ടുകാരുടെ ഭീതി അകറ്റണമെന്നും വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. വനം ആസ്ഥാനങ്ങളിൽ വനപാലകരുടെ അവകാശ സംരക്ഷണ സമിതിയുടെ ഭാഗമായി മാർച്ചും ധർണയും നടത്തി. വളരെ വളരെ ഡേഞ്ചറസ് പൊസിഷനിലേക്കല്ലേ പോകണം. വിഷയം പറയാൻ വന്ന ആള് പേരിലെന്തോ കേസ് നമ്മളൊന്നും പരാതിയൊന്നും പറഞ്ഞില്ല. അപ്പോ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. ഇതിലിപ്പോ എന്തെങ്കിലും ഒരു ആക്ഷൻ പ്ലാനിങ് ഒക്കെ ഉണ്ടോ? ഈ കോലത്തിൽ കടുവയും പുലി ഇറങ്ങിയല്ലേ വല്ല ആക്ഷൻ പ്ലാനും വല്ല ഡിസ്കഷനും നടക്കുന്നുണ്ടോ? അതോ അങ്ങനെ മനുഷ്യൻ മരിച്ചു വീഴാന്നില്ലേ? പ്ലാനുകളൊക്കെ ഉണ്ടാക്കി എല്ലാം റെഡിയാക്കി അതായത് ഒരു പ്രിക്കോഷനേ. കാരണം ഇപ്പൊ ഒരുപാട് അപകടങ്ങളായി. ഇപ്പൊ തൊട്ടടുത്തുള്ള കടയില പയ്യൻ മരിച്ചത്. ഇതിപ്പോ നിങ്ങൾക്കും പ്രശ്നമാണ്. ഇതിപ്പോ ആന പോലെയല്ല. ആന വരണമെങ്കിൽ കാണാം. ഇത് എന്തെങ്കിലും കാണാൻ പറ്റുമോ? ശബ്ദം കേൾക്കുമോ? ഒന്നുമില്ലല്ലോ. ബാക്കിൽ നിന്ന് ടക്കെന്ന് പറഞ്ഞ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനോട് ആളെടുത്ത് പോവില്ലേ? അപ്പൊ ഇത് ഉന്നതതലത്തിൽ ഈ വിഷയത്തിലൊരു ഇടപെടലില്ലെങ്കിൽ ജനങ്ങളിതിൽ ഇടപെടുന്നിടത്തേക്ക് കാര്യങ്ങൾ പോകും. ഇനിയൊരു മരണം ഉണ്ടായിട്ട് അപ്പൊ കൂട് വെക്കുക, അപ്പൊ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്ന് പറയുന്നതിലപ്പുറം ഈ ഒരു സംഗതിക്ക് അല്ല അതൊക്കെ ഇപ്പൊ ഇവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇത് നമ്മുണ്ടാക്ക് ഇപ്പൊ നിങ്ങളീ പറഞ്ഞ് പിടിച്ചിട്ട് നേരെ 10 കിലോമീറ്റർ അപ്പുറത്ത് ഇട്ടാൽ 10 കിലോമീറ്റർ ദൂരം ഈ സാധനത്തിന് സഞ്ചരിക്കാൻ 8 മിനിറ്റ് മതി. അതാണ് ഇതിന്റെ സ്ഥിതി. അപ്പം അത് ഒരു ആക്ഷൻ പ്ലാൻ ഇതിൽ വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇനിയും മനുഷ്യന്മാരിങ്ങനെ മരിച്ചു വീഴുകയാണെങ്കിൽ ജനങ്ങൾ വിചാരിച്ചെടുത്ത് നിൽക്കില്ല. അത്രയപ്പോൾ ഞാൻ അതിനെ പറ്റി പറയുന്നുള്ളൂ. ഡിസബിലിറ്റി മിഷൻ കേരളയും ഇൻഡാക്ട് ദേശീയ നേതൃത്വവും അടങ്ങുന്ന സംഘം ജയ്പൂരിലെ ഭഗവാൻ മഹാവീർ വികലാംഗ സഹായത സമിതി സന്ദർശിക്കാനായി രാജസ്ഥാനിലേക്ക് പുറപ്പെട്ടു. കേരളത്തിലെ 3 പ്രധാന കേന്ദ്രങ്ങളിലായി 1000 അംഗപരിമിതർക്കായി കൃത്രിമ കാലുകളും മറ്റ് സഹായ ഉപകരണങ്ങളും സൗജന്യമായി വിതരണം ചെയ്യുന്നതിനുള്ള വലിയ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് ഈ സന്ദർശനം. ഇൻഡാക്ട് TMK സംയുക്തമായി രൂപപ്പെടുത്തിയിരിക്കുന്ന ഈ പ്രവർത്തന രേഖ ദേശീയ സംസ്ഥാന തലങ്ങളിൽ വലിയ പ്രതീക്ഷകളും ഭാഗഭാഗിത്വവുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം അംഗപരിമിതരുടെ അവകാശങ്ങൾക്കും സാമൂഹിക ഉത്തരവാദിത്തങ്ങൾക്കുമായി ഒരുമിച്ച് സജീവതയോടെ പ്രവർത്തിക്കേണ്ടതിന്റെ സന്ദേശമായി മാറി.
നാഷണൽ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി മുൻ ഡയറക്ടർ ഡോക്ടർ ബി വേണുഗോപാൽ യാത്രയപ്പ് ഉദ്ഘാടനം ചെയ്തു. നവംബർ ഡിസംബർ എപ്പോഴെങ്കിലും നല്ലൊരു പ്രോഗ്രാം നാഷണൽ ലെവൽ ഡിസേബിൾ ഫ്രണ്ട്ലി ഉള്ള ആൾക്കാർക്കുള്ള ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടി ബ്രീഫിൽ വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. അവിടുത്തെ ഞാൻ നമ്പർ അയച്ചു തരാം, സുവൻ ഡയറക്ടർ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കേരളം നമുക്കുള്ള ആൾക്കാർക്ക് ഇതിന്റെ ഫീച്ചർ വരുമ്പോൾ നാഷണൽ ലെവലിൽ പ്രോഗ്രാം ചെയ്തിട്ട് ഭോപ്പാലും ഡൽഹിയിലും ഉള്ള മറ്റുള്ള സ്ഥലത്ത് വിളിച്ചു കൊണ്ടിട്ട് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിസേബിൾ ഫ്രണ്ട്ലി ബാരിയർ ഫ്രീ ഉള്ള മറ്റേ ഫിസിക്കലി ബാരിയർ ഫ്രീ ഉള്ള അങ്ങനെ ടെർമിനോളജി ഉള്ളത്. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ദിവ്യാംഗ് ജൻ എന്ന പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തുടങ്ങി ആദ്യം ചെയ്തത് ഒരു മെയിൻ പ്രൊജക്റ്റില് എല്ലാ ക്യാപിറ്റൽ സിറ്റിയിലും ഈ ഡിസബിലിറ്റി ചെക്ക് ഗവൺമെന്റ് ഓഫീസുകളിൽ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇതുള്ള സ്ഥലങ്ങളിൽ ചെയ്യാൻ വേണ്ടി ആക്സസ് ഓഡിറ്റ് എന്ന് പറഞ്ഞ പരിപാടി ഒരു മെത്തഡ് അത് ചെയ്യാൻ വിളിച്ചപ്പോൾ കേരളത്തിൽ ഒരു മനുഷ്യന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, ആരും ക്വാളിഫൈഡ് അല്ല. തടസ്സരഹിത പാതകൾ, പൊതുസൗകര്യങ്ങളിലെ സമവാകാശം, അധികാര പങ്കാളിത്തം, സമൂഹ ശ്രദ്ധയ്ക്ക് വേണ്ട ഇടപെടലുകൾ തുടങ്ങി വിഷയങ്ങൾ അദ്ദേഹം ഊന്നിപ്പറയുകയും ഇൻടാക് ഡിസബിലിറ്റി പ്രവർത്തനങ്ങളെ പ്രശംസിക്കുകയും ചെയ്തു. ഇൻടാക് ദേശീയ പ്രസിഡന്റും ഡിസബിലിറ്റി മിഷൻ കേരളയുടെ ചെയർമാനുമായ ഡോക്ടർ FM ലാസർ സ്വാഗതവും ആമുഖാവതരണവും നടത്തി. ജയ്പൂർ സന്ദർശനത്തിന്റെ ദൌത്യവും ലക്ഷ്യവും ഇൻടാക് TMK സംയുക്ത പ്രവർത്തന രേഖയും അദ്ദേഹം വിശദീകരിച്ചു. ഇൻടാക് മീഡിയ കോർഡിനേറ്റർ മൊഹസിൻ വണ്ടൂർ യാത്രയപ്പ് സമ്മേളനത്തിന് അധ്യക്ഷനായി. ഗ്രാസ് റൂട്ട് തലത്തിൽ സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനായുള്ള പ്രചാരണങ്ങൾക്കുള്ള ദിശാനിർദ്ദേശങ്ങൾ അദ്ദേഹം വ്യക്തമാക്കി. ഇൻടാക് സ്റ്റേറ്റ് കോർഡിനേറ്റർ റഹ്മാൻ മുണ്ടോടൻ, ഡിസബിലിറ്റി മിഷൻ കേരള വൈസ് പ്രസിഡന്റ് രാജൻ കൈപ്പള്ളി, TMK സ്റ്റേറ്റ് കൺവീനർ അസോസിയേറ്റ് ഫോറം CK കുമാരൻ, കൃഷ്ണൻകുട്ടി, അലിച്ചൻ എബ്രഹാം എന്നിവർ സംസാരിച്ചു. കരുനച്ചി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി എത്തുന്ന രോഗികൾക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് എസ് എടക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം കോൺഗ്രസ് എസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അബ്ദുൾ മജീദ് ചിറ്റങ്ങാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനമായി ഞങ്ങൾ കാണുന്ന ഒരു കാഴ്ച, നമ്മുടെ ഈ തകർന്നു തരിപ്പണമായ ഈ റോഡാണ്. ഈ റോഡിലൂടെ മോട്ടോർ സൈക്കിൾ ഏറ്റിക്കൊണ്ട് രോഗിയെ കൊണ്ടുവരുന്ന മോട്ടോർ സൈക്കിളിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന ഒരാളെ ഒന്നും ചെയ്യാതെ ഈ ആസ്പത്രി കോമ്പൗണ്ടിലേക്ക് എത്താൻ വളരെയധികം പ്രയാസമാണ്. കാരണം അത്രമാത്രം ദയനീയമാണ് ഈ റോഡ്. നമ്മൾ രോഗികളായാലും നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരും ഒരു കാര്യം നാം ചിന്തിക്കണം. ഈ പണം ഒക്കെ നമ്മുടെ നികുതി പണമാണ്. നമ്മുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഈ റോഡുകളും ഹോസ്പിറ്റലുകളും അവിടെയുള്ള എല്ലാവരെയും, എന്നിവിടെ ജോലി ചെയ്യുന്ന എല്ലാവരെയും നമ്മുടെ നികുതി പണമാണ് അവരുടെ ശമ്പളം. ആ ഒരു ശമ്പള വ്യവസ്ഥ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മുടെ നികുതി പണം എന്നുള്ള ഒരു ബോധം നമ്മളിൽ ഉണ്ടാവണം. അതിന് ആൾബലമല്ല പ്രശ്നം, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങൾ. ആ ആശയങ്ങൾ വെച്ചുകൊണ്ട് അത് ആളെ പ്രശ്നമില്ല, നമ്മളത് ഗവൺമെന്റിനെ അധികാരികളെ അറിയിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം. നാഷണൽ ഹെൽത്ത് മിഷന്റെ കീഴിൽ 1,37,00,000 രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പുതിയ ആശുപത്രി കെട്ടിടത്തിൽ രോഗികൾക്ക് മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതും പുതിയ ആശുപത്രിയിലേക്കുള്ള റോഡ് തകർന്ന് തരിപ്പണമായ നിലയിലും ആണെന്നും ധർണയിൽ ആരോപിച്ചു. മുകൾ ഭാഗത്തു നിന്നും മഴ പെയ്താൽ കുത്തിയൊലിച്ചു വരുന്ന ചെളിവെള്ളം പുതിയ ആശുപത്രിക്ക് മുൻപിൽ കെട്ടിക്കിടക്കുന്ന ദുരവസ്ഥയുമാണ്. ഇതിന് പരിഹാരം കാണണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം കെൽ എന്ന കരാർ കമ്പനിക്കായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് 3-4 സബ് കരാർ കൊടുത്തുകൊണ്ടാണ് പുതിയ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. ആശുപത്രിക്ക് വേണ്ട മതിയായ സൗകര്യങ്ങൾ ഇല്ലാത്തതുമാണ് പുതിയ കെട്ടിടം. ഇതിന്റെ നിർമ്മാണ പിഴവ് അന്വേഷിക്കണമെന്നും ധർണ ഉദ്ഘാടനം ചെയ്ത് അബ്ദുൾ മജീദ് ചിറ്റങ്ങാടൻ ആവശ്യപ്പെട്ടു. 38,000 ജനസംഖ്യയുള്ള എടക്കര ഗ്രാമപഞ്ചായത്തിന് ഉടമസ്ഥതയിലുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മതിയായ ഡോക്ടർമാരെ നിയമിക്കുവാൻ എടക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ശക്തമായ ഇടപെടൽ നടത്തണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. ഞായറാഴ്ചകളിൽ ആശുപത്രിയിൽ ചികിത്സാ സൗകര്യം ഒരുക്കണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. പുതിയ ആശുപത്രിക്ക് ചുറ്റുമതിൽ സ്ഥാപിച്ചും സുരക്ഷ ഒരുക്കണമെന്നും ധർണയിൽ ആവശ്യപ്പെട്ടു. കരുനച്ചിയിൽ നിന്നും ആശുപത്രിയിലേക്ക് നടത്തിയ മാർച്ചിൽ കുഞ്ഞു മുഹമ്മദ് CT അധ്യക്ഷത വഹിച്ചു. ജോയി തകരപ്പിള്ളിൽ, സജി വില്യംസ്, ഖാലിദ് KC,
നൌഷാദ് കല്ലങ്ങര, ഷാഹുൽ ഹമീദ് എസ് എന്നിവർ നേതൃത്വം നൽകി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കുഞ്ഞിക്കോമു കല്ലങ്കര, ഷാജഹാൻ പാസ്റ്റർ, എം അബ്ദുൾ റഷീദ് കോണപ്പിലാക്കൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.